ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്ററിംഗുകാരും ഹോട്ടലുകാരും അവരുടെ കറികൾക്ക് രുചി കൂടാൻ അതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കറികൾക്ക് രുചി കൂടാൻ അവരൊരു സ്പെഷ്യൽ പെരിഞ്ജീരകപ്പൊടിയാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു പെരിഞ്ജീരകപ്പൊടിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് അവരത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പെരിഞ്ജീരകപ്പൊടി നല്ല ഫ്ലേവറോട് കൂടിയിട്ട് തന്നെ എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറിവേപ്പില ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കറിവേപ്പില ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇറച്ചിക്കറിക്കും മീൻ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം അളവിൽ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമാണ്. ഞാൻ ഈ പെരിഞ്ജീരകം നല്ലതുപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ 2 എണ്ണം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കറികൾക്ക് നല്ലൊരു രുചിയും നല്ല തിക്ക് ഗ്രേവിയും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മട്ട റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ റൈസ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ പെരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കഴുകി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം പെരിഞ്ജീരകത്തിന് നല്ല ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കളറൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് നനച്ചിട്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ ധാരാളം പൊടിയും ഒഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ശരീരാരോഗ്യത്തിന് നല്ലത്. പെരിഞ്ജീരകം മാത്രമല്ല കേട്ടോ, നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പെരിഞ്ജീരകം ഒരുപാട് നേരം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് വെയിലത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് നേരം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്താൽ ഈ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ നഷ്ടമാവും. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയിലാണ് കൂടുതൽ വെള്ളത്തിൻ്റെ അംശമുള്ളത്. അതുകൊണ്ടാണ് കറിവേപ്പില ആദ്യം തന്നെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്തത്. ഈ കറിവേപ്പില നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും പെരിഞ്ജീരകവും നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടും. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ച് നോക്കിയാൽ മതി. പൊടിച്ച് നോക്കുമ്പോൾ കറിവേപ്പില ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പെരിഞ്ജീരകവും നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവും. ഈ പെരിഞ്ജീരകം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമ്മുടെ ഈ മസാലപ്പൊടി പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ ഞാനിത് ഈ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് തുറന്നപ്പോൾ വീട് മുഴുവനും ഈ പെരിഞ്ജീരകപ്പൊടിയുടെ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഈ പൊടി നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. ഈ മസാലപ്പൊടി നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്കാക്കി കൊടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക.
ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഒരു വർഷം വരെ ഈ മസാലപ്പൊടിയുടെ ഫ്ലേവറൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കും. ഈ ഒരു പെരിഞ്ജീരകപ്പൊടി കറികളിലൊക്കെ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നെസ്സും കിട്ടും. ഇത് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിലും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്കിത് മീൻ കറികളിലും ഇറച്ചിക്കറികളിലും സോയാ ചങ്ക്സ് കൊണ്ടുണ്ടാക്കുന്ന കറികളിലും അതുപോലെ ഇത് കടലക്കറിയിലും മുട്ടക്കറിയിലും വെണ്ടക്ക മെഴുക്ക് പുരട്ടിയിലും വെണ്ടക്ക കറിയിലുമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളിത് പെരിഞ്ജീരകം ചേർത്തുണ്ടാക്കുന്ന എല്ലാ റെസിപ്പികളിലും ഈ ഒരു പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെരിഞ്ജീരകപ്പൊടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.